എടാ, നിന്റെ വിഷമങ്ങൾ മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. നിന്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാ. മീര കൊല്ലപ്പെട്ടത് എന്നതിന് ഒരു വ്യക്തതയും വരുന്നില്ല. ദേവികയും കാണുന്നില്ല. ചന്ദ്രോത്ത് എല്ലാരും തെറ്റി സംസാരിക്കുന്നു. നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ വീണു പോവായിരുന്നു. ദേവി എവിടാണെന്നതിനെ കുറിച്ച് ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. എവിടാന്ന് വെച്ചാ അന്വേഷിക്കുന്നേ? എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാനാ തോന്നുന്നേ. നന്ദ, നീ നോക്കിക്കോ. ഒരു അത്ഭുതം പോലെ ദേവിക തിരിച്ചു വരും. ഇന്നവള് മാറി നിൽക്കുന്നത് നിനക്കും കുടുംബത്തിനും കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും. അവൾ സ്വയം മാറി നിൽക്കുന്നായിരുന്നെങ്കിൽ തീർച്ചയായും എപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കുമായിരുന്നു. അതൊരു തട്ടിക്കൊണ്ടു പോകൽ തന്നെയായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്. ദേവിയുടെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെ ആളുകൾ തന്നെയായിരിക്കും ദേവി മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഭർത്താവായി എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കൊലപാതകം നടത്തിയിട്ട് ഒളിവിൽ പോയ പ്രതിയായിട്ടാ പോലീസ് രേഖകളിൽ. അപ്പൊ പിന്നെ കാണാനില്ലെന്ന് പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അന്വേഷിക്കാനാണെങ്കിൽ ഒരു സൂചന പോലും ഇല്ല. എടാ, നീ വിഷമിക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യും? ദേവിയുടെ സ്ഥാനത്ത് ഗൗരിയാണെങ്കിൽ നീ വിഷമിക്കില്ലേ? ദേവി ഇപ്പൊ എവിടായിരിക്കും? എന്ത് ചെയ്യായിരിക്കും? അവളെന്തേ? അകത്തുണ്ട്. മോളെ, വാർത്തയൊക്കെ കണ്ടല്ലോ അല്ലേ? നാടടച്ച് അന്വേഷണമാ. വീടിന് പുറത്തിറങ്ങരുത്, മനസ്സിലായോ? ഒരു ബാധ്യതയാ ഞാനെടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്. എനിക്കറിയാം. എന്നെ രക്ഷിച്ചോണ്ട് വന്നതില് വലിയ നന്ദിയുണ്ട്. എനിക്ക് നിന്റെ നന്ദിയൊന്നും വേണ്ട. ഏലിയമ്മ പറയും, അതനുസരിച്ച് നിന്നോണം. ഏലിയാമ്മച്ചി വെച്ചുണ്ടാക്കി തരും. അതും കഴിച്ച് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ അകത്തിരുന്നോണം. ശരി. ആ, ഇച്ചിരി കഞ്ഞിങ് എടുത്ത് വെച്ചേ. എസ്തപ്പാന്റെ പ്രകൃതം കണ്ട് നീ പേടിക്കൊന്നും വേണ്ട. അവൻ ഇങ്ങനെ പെരുമാറാനേ അറിയത്തുള്ളൂ. ഇപ്പം നിന്നോട് പറഞ്ഞതാ അവന്റെ സ്നേഹത്തിന്റെ ഭാവം. കഞ്ഞി എടുത്ത് തരുന്നുണ്ടോ? അതാ വരുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.